الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن، ذلك أدنى أن يعرفن فلا يؤذين، وكان الله غفورا رحيما. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ സന്ദർഭങ്ങളിലും കാത്തു സൂക്ഷിച്ച് തഖ്വയോടുകൂടെ ജീവിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് മുത്തഖീങ്ങൾക്ക് വേണ്ടി മാത്രം അവൻ തയ്യാർ ചെയ്തു വെച്ച സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരാഴ്ച കാലമായി ഏകദേശം നമ്മുടെ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഏറെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ട ഒരു വിഷയം കേരളത്തിലെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു അസോസിയേഷന്റെ തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കാൻ പർദ്ദ ധരിച്ചു വന്ന ഒരു സിനിമാ പ്രവർത്തകയെ കുറിച്ചുള്ള ചർച്ചകളാണ്. അവര് സിനിമാ പ്രവർത്തകയാണ്,
അവർ അമുസ്ലിം സ്ത്രീയാണ്. പക്ഷെ അതിന്റെ നോമിനേഷൻ നൽകാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ അവർ ധരിച്ചത് മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രമാണ്, പർദ്ദയാണ് ധരിച്ചിട്ടുള്ളത്. മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വസ്ത്രം തിരഞ്ഞെടുത്തിട്ടുള്ളത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞത് ആളുകളുടെ തുറിച്ചു നോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. മോശമായ കമന്റുകളും ലൈംഗിക ചുവയുള്ള സംസാരങ്ങളുമൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പർദ്ദ ധരിച്ച് എത്തിയിട്ടുള്ളത് എന്ന്. ഈ ഒരു വിഷ്വലും വീഡിയോയും വാർത്തയും ഒക്കെ നമ്മൾ ഓരോരുത്തരും കണ്ടവരും അറിഞ്ഞവരുമായിരിക്കും. അവരൊരു മുസ്ലിം, ഒരു അമുസ്ലിം സ്ത്രീ ആയിരിക്കെ ഒരു മുസ്ലിം സ്ത്രീ ധരിക്കുന്ന വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണമാണ് അവർ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വിവരിച്ചിട്ടുള്ളത്. നഗ്നതാ പ്രദർശനത്തിലൂടെ മോഡലുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വസ്ത്രം പരമാവധി കുറച്ച് ധരിക്കുന്നതിലൂടെ സെലിബ്രിറ്റികൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ലോകക്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ നഗ്നതാ പ്രദർശനത്തിന് മത്സര ബുദ്ധിയോടുകൂടെയാണ് പലരും എത്തുന്നത് എന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതാണ്. ഈ രൂപത്തിൽ പരമാവധി നഗ്നത പ്രദർശിപ്പിക്കുന്നവരൊക്കെ പുരോഗമനവാദികളും, എന്നാൽ തന്റെ നഗ്നത മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കാതെ മാന്യമായി ജീവിക്കുന്നവർ, അവർ പുരോഗമനമെന്തെന്ന് അറിയാത്തവർ, അവർ അപരിഷ്കൃതരായി ജീവിക്കുന്നവർ, അവർ 6ാം നൂറ്റാണ്ടുകാർ എന്നൊക്കെയാണ് സമൂഹം വിലയിരുത്തപ്പെടുന്നത്, അവരെ വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒരു മുസ്ലിം വസ്ത്രം ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നു പറഞ്ഞ ആ സഹോദരി ഒന്നാമതായി അതിന്റെ ലക്ഷ്യം പറഞ്ഞത് തുറിച്ചുനോട്ടം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്യപുരുഷന്മാരുടെ ഇത്തരത്തിലുള്ള നോട്ടം, ലൈംഗിക ചുവയോടുള്ള അത്തരത്തിലുള്ള ആസക്തിയോടുകൂടെ ഒരു സ്ത്രീയെ നോക്കുക എന്നുള്ളത് മാന്യതയോടെ ജീവിക്കുന്ന ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് മാന്യമായി ജീവിക്കുന്ന ഏതൊരു സ്ത്രീക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ സൂറത്തു നൂറിലെ 30-ാമത്തെ വചനത്തിൽ വളരെ ഗൗരവത്തോടുകൂടെ മനുഷ്യരോട്, വിശ്വാസികളോട്, പുരുഷന്മാരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗ്ദൂ മിൻ അബ്സാരിഹിം, പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കണം, ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ പുരുഷന്മാരോട് പറയണം, യഗ്ദൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണിനെ താഴ്ത്തിക്കളയണം. അവരുടെ കണ്ണുകൊണ്ട് മറ്റുള്ള അന്യ സ്ത്രീകളെ നോക്കരുത്. അവരുടെ കണ്ണിന് അത്തരത്തിലുള്ള ദർശനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അത് താഴ്ത്തണം, അവരെ നോക്കരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇതൊരു മാന്യമായി ജീവിക്കുന്ന ഒരു പുരുഷന്റെ അടയാളം ഇതാവണമെന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, അവരെന്തെങ്കിലും ധരിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടമല്ലേ, അവരുടെ ശരീരമല്ലേ, അവരുടെ ചോയ്സ് അല്ലേ, അങ്ങനെ കടിക്കുന്ന ഒരു പട്ടിയുണ്ടെങ്കിൽ ആ പട്ടിയെയല്ലേ കെട്ടിയിടേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആദ്യം അതിനെ നിയന്ത്രിക്കണമെന്ന് തന്നെയാണ്, സ്വയം നിയന്ത്രിക്കണമെന്ന് തന്നെയാണ്. പക്ഷേ സമൂഹത്തിലെ എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. ഈ രൂപത്തിൽ എല്ലാവരും മുഅ്മിനുകളായിക്കൊള്ളണമെന്നോ അള്ളാഹുവിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിക്കൊള്ളണമോ എന്നില്ല.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട്, വിശ്വാസികളോട്, പുരുഷന്മാരോടാണ് ആദ്യം പറഞ്ഞത് യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. നിങ്ങളുടെ ജനനേന്ദ്രിയങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതേ രൂപത്തിൽ തന്നെ നിങ്ങളുടെ കണ്ണുകളെ നിങ്ങൾ താഴ്ത്തുകയും വേണം. മറ്റുള്ള അന്യ സ്ത്രീകളെ നിങ്ങൾ നോക്കരുത് എന്നാ പറഞ്ഞത്. ദാലിക അസ്കാ ലഹും, നിങ്ങൾക്ക് അതാണ് ഏറെ പരിശുദ്ധമായിട്ടുള്ളത്. നിങ്ങൾക്ക് തസ്കിയത്ത് നൽകപ്പെടുന്ന ഏറെ സവിശേഷമായ ഒരു കാര്യമാണിത്. എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അവർ പ്രവർത്തിക്കുന്നതൊക്കെ സസൂക്ഷ്മം അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നതാണ്. ഇതാണ് അല്ലാഹു പഠിപ്പിക്കുന്നത്. വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് നോക്കരുത് എന്ന് പറഞ്ഞു. കാരണം പുരുഷനെ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. പുരുഷന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട്, പുരുഷന്റെ മനഃശാസ്ത്രത്തെ കുറിച്ചിട്ടും, പുരുഷന്റെ ലൈംഗിക ഉത്തേജനത്തെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായി ബോധ്യമുള്ളവനാണ് അല്ലാഹു. കാരണം അല്ലാഹുവാണ് പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളത്. അത് പുരുഷന്മാർക്ക് മനസ്സിലാകും. മനഃശാസ്ത്രം പഠിക്കുന്നവർക്കും പുരുഷ സൈക്കോളജി പഠിക്കുന്നവർക്കൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാകും. പക്ഷേ ഇവിടെ പുരുഷൻ നോക്കാതിരിക്കണമെങ്കിൽ, പുരുഷന്റെ നോട്ടം ഇല്ലാതിരിക്കണമെങ്കിൽ ഒന്ന് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന മുഅ്മിനാവുക എന്നുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ലല്ലോ. അപ്പോൾ പുരുഷന്റെ നോട്ടം ഇല്ലാതിരിക്കാൻ രണ്ടാമത് വേണ്ടത് സൂറത്ത് നൂറിന്റെ 30-ാമത്തെ വചനമാണ് നേരത്തെ അള്ളാഹ് പറഞ്ഞതെങ്കിൽ 31-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു വകുല്ലിൽ മുഅ്മിനാത്തി. റസൂലേ, പ്രവാചകരെ, ഇനി സ്ത്രീകളോട്, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് അങ്ങ് പറഞ്ഞു കൊടുക്കണം അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തണം, അവരുടെ ജനനേന്ദ്രിയങ്ങളെ അവർ കാത്തു സൂക്ഷിക്കണം. അവരുടെ ഭംഗി, അവരുടെ സൗന്ദര്യം, അവരുടെ നഗ്നത അവർ പ്രദർശിപ്പിക്കരുത്. അവർ അത് പുറത്തു കാണിച്ചു നടക്കരുത്. അവരുടെ ശിരോവസ്ത്രം അവരുടെ മാറിടത്തിലൂടെ അവർ താഴ്ത്തിയിടണം. അഥവാ മാന്യമായ വസ്ത്രം ധരിക്കണം, മാന്യമായി ഈ രൂപത്തിൽ വസ്ത്രം ധരിച്ച് നടക്കണം എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി സൂറത്തു നൂറിന്റെ 31-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മൾ തിരിച്ചറിയണം, അവർ പറഞ്ഞതെന്താ? എന്നെ തുറിച്ചു നോട്ടം ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പർദ്ദ ധരിച്ചത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രൂപത്തിൽ നഗ്നത മറക്കുന്നതിന്റെ, സ്ത്രീകൾ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതിന്റെ അനിവാര്യതയും ആവശ്യകതയും റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, ഇസ്ലാം പഠിപ്പിക്കുന്ന വേഷവിധാനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യം വെക്കുന്നത് തുറിച്ചു നോട്ടം കൊണ്ട് ഒരു സ്ത്രീയും പ്രയാസപ്പെട്ടു പോകരുത്, അത്തരം പ്രയാസങ്ങൾ ഉണ്ടാവരുത്. വിശ്വാസികളെ, നിങ്ങൾക്കത് കുറ്റകരമാണ്, നിങ്ങൾ അങ്ങനെ നോക്കരുത് എന്ന് പുരുഷന്മാരോട് പറഞ്ഞു. സ്ത്രീകളെ, നിങ്ങൾ ഇത്തരം നഗ്നതകളെ പ്രദർശിപ്പിച്ചാൽ പുരുഷന്മാരുടെ സൈക്കോളജി, അവരുടെ മനഃശാസ്ത്രം ഇങ്ങനെ നോക്കാനുള്ളതാണ്. അങ്ങനെ നോക്കും. അതിന് ഒന്നുകിൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കുന്ന വിശ്വാസികളാവണം, അതല്ലാത്തവർ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങൾ വെളിച്ചത്താക്കരുത്, ഈ രൂപത്തിൽ പ്രദർശിപ്പിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇതേ രൂപത്തിൽ തന്നെ നമുക്കറിയാലോ, എന്തിനാണ് ഇങ്ങനെ മറയ്ക്കുന്നത്? പലരും ചോദിക്കാറുണ്ട്, എന്റെ ശരീരമല്ലേ, മൈ ബോഡി മൈ ചോയ്സ്, എന്റെ ശരീരം ആരാണ് ചോദിക്കാൻ? എന്റെ ഇഷ്ടമല്ലേ, എന്റെ തെരഞ്ഞെടുപ്പല്ലേ, ഞാൻ എന്തു ധരിക്കണമെന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? എനിക്കിതിന് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഈ സിനിമാ പ്രവർത്തക മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ മറുപടി എന്താ? ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ, മോശമായ ലൈംഗിക ചുവയുള്ള കമന്റുകൾ ഇല്ലാതിരിക്കാൻ ഒരു റെസിസ്റ്റന്റ് ടൂളായിട്ട്, അതിനുള്ള ഒരു ഉപകരണമായിട്ടാണ് അവർ പർദ്ദയെ കാണുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു മുസ്ലിം സ്ത്രീയോട് ഇത്തരത്തിലുള്ള മാന്യമായ, അവരുടെ സൗന്ദര്യം പുറത്തു കാണാത്ത രൂപത്തിലുള്ള, നഗ്നത പ്രദർശിപ്പിക്കാത്ത രൂപത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോ എന്താണ് അതിന്റെ ലക്ഷ്യം? ഒന്നുകൂടെ വ്യക്തമാക്കി ഞാൻ ആമുഖമായി ഓതിവച്ച സൂറത്തുൽ അഹ്സാബിന്റെ 59-ാമത്തെ വചനത്തിൽ അല്ലാഹ് പഠിപ്പിച്ചു, യാ അയ്യുഹൻ നബി, ഓ പ്രവാചകരെ, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കൾ താങ്കളുടെ ഭാര്യമാരോട്, താങ്കളുടെ പെൺമക്കളോട്,
താങ്കൾ മുഅ്മിനീൻ, അതുപോലെ തന്നെ മുഴുവൻ മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും താങ്കൾ പറഞ്ഞു കൊടുക്കണം, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, ഈ രൂപത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കണം, ഈ രൂപത്തിൽ മാന്യമായ നഗ്നത മറക്കുന്ന വസ്ത്രം ധരിക്കണം. ദാലിക അദ്നാ അൻ യുഅറഫ്ന ഫലാ യുദീൻ. എന്തിനാണിത്? ഇതിന്റെ പരമമായ ലക്ഷ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ദാലിക അദ്നാ അൻ യുഅറഫ്ന, അവർ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫലാ യുദീൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? പുരോഗമനവാദികൾ എന്ന് പറയുന്ന, പുരോഗമനവാദികളുടെ കൂട്ടം എന്ന് പറയുന്ന അത്തരം സിനിമാ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ തന്നെ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ചില വാർത്തകളുണ്ട്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ കേട്ട ചില പത്രവാർത്തകളുണ്ട്. എന്തായിരുന്നു അവിടെയൊക്കെ നടന്നത്? പുരോഗമനക്കാരുടെ ഒരുമിച്ച് കൂടലാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഇടങ്ങളിൽ നിന്ന് ചൂഷണത്തിന്റെ, ലൈംഗിക അതിക്രമങ്ങളുടെ, തോന്നിവാസങ്ങളുടെ വാർത്തകൾ നമ്മൾ കേട്ടത് എന്തുകൊണ്ട് പുരോഗമനക്കാർക്കിടയിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായി? നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹ് പറഞ്ഞു ഫലാ യുദീൻ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് പ്രയാസമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ തിരിച്ചറിയാൻ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള ഒരു സ്ത്രീയല്ല ഞാൻ എന്ന് പ്രഘോഷണം ചെയ്യുന്ന, എന്ന് വിളിച്ചു പറയുന്ന ഒരു വസ്ത്രമാണ് സ്ത്രീക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ഇത് പലരും പറയുന്നത് പോലെ അവളെ ചാക്കിൽ കെട്ടി, അല്ലെ, സ്വാതന്ത്ര്യമില്ലാതെ എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ആരാണ് പറയുന്നത്? ഇതൊക്കെ ആരാ പറയുന്നത്? സ്ത്രീ ഏത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് ആരാണ്? പുരുഷ മേധാവിത്വമാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് സ്ത്രീകളും ആ രൂപത്തിലുള്ള സ്ത്രീകളൊക്കെ കൊട്ടിഘോഷിക്കുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ അവർ പുരുഷന്റെ ഇംഗിതത്തിന്, പുരുഷന്റെ താല്പര്യത്തിന് വേണ്ടി വിവസ്ത്രയാകുന്ന, അല്പവസ്ത്രധാരിയായി ജീവിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ അവാർഡ് ചടങ്ങുകളിൽ, വലിയ വലിയ ഇവന്റുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പുരുഷനും സ്ത്രീയും ഒക്കെ ആങ്കർ ആയിട്ടുണ്ട് എങ്കിൽ പുരുഷന്റെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കും? വളരെ മാന്യമായ ഷൂവും സ്യൂട്ടും കോട്ടും ഒക്കെ ഇട്ട് എവിടെയൊക്കെ മറക്കാൻ പറ്റുമോ അത്രയും മാന്യമായി വൃത്തിയുള്ള, മര്യാദയുടെ അങ്ങേത്തലയുള്ള വസ്ത്രം. ആരുടേത്? പുരുഷന്റേത്. എന്നാൽ സ്ത്രീയുടേതോ? ലോകോത്തരമായ വേൾഡ് തലങ്ങളിലൊക്കെ നടക്കുന്ന അത്തരം അവാർഡ് ചടങ്ങുകളിലൊക്കെ ഈ രൂപത്തിൽ ആങ്കറുകളായി വരുന്ന സ്ത്രീകളുടെ വസ്ത്രധാരണം എങ്ങനെയാണ്? ആരാണ് അവളുടെ വസ്ത്രം തീരുമാനിച്ചിട്ടുള്ളത്? ആർക്കാണ് അവൾ വസ്ത്രം കുറയണമെന്ന താല്പര്യമുള്ളത്? അത് പുരുഷന്റെ മനഃശാസ്ത്രമാണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി പറഞ്ഞു, ഒരു സ്ത്രീ ഒരു മാന്യമായ വസ്ത്രം ധരിക്കുന്നതിലൂടെ, അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതികൾ അവൾ മറച്ചു വെക്കുന്നതിലൂടെ, ഏറ്റവും മാന്യമായ ഒരു വസ്ത്രം ധരിക്കുന്നതിലൂടെ അവൾ സമൂഹത്തോട് പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. എന്തിനാണ്? ഞാൻ അത്തരക്കാരിയല്ല, ഞാനൊരു മോശമായി ജീവിക്കുന്നവളല്ല, ഞാൻ മാന്യമായി ജീവിക്കുന്നവളാണ് എന്ന് തിരിച്ചറിയാനും മറ്റുള്ളവരുടെ തുറിച്ചുനോട്ടം ഇല്ലാതിരിക്കാനും അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുമ്പോ, സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുള്ളൂ. ഒരു സിനിമാ പ്രവർത്തക ഈ രൂപത്തിൽ പറഞ്ഞുവെങ്കിൽ, മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞുവെങ്കിൽ, അവർക്കുണ്ടായ ബോധ്യം, സഹോദരങ്ങളെ, ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയവരെ, നമുക്ക് ആ ബോധ്യമുണ്ടോ എന്ന് ഗൗരവത്തോടുകൂടെ പരിശോധിക്കണം. എന്ത് വസ്ത്രമാണ് നമ്മുടെ പെൺമക്കൾ ധരിക്കുന്നത്? ഏത് തരത്തിലുള്ള വസ്ത്രമാണ് നമ്മുടെ ഭാര്യമാരും സഹോദരികളും ഒക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവമേറിയ ഒരു ചിന്ത ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ നമ്മോട് ചോദിക്കണം. ഇത്തരം മാന്യമായ വസ്ത്രമാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ടായിട്ടുണ്ടോ? ഇത് എന്റെ ഐഡന്റിറ്റിയെ കാത്തു സൂക്ഷിക്കുന്ന വസ്ത്രമാണ് എനിക്ക് എന്റെ റബ്ബ് തന്നിട്ടുള്ളത് എന്ന് സഹോദരിമാരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും ലൈംഗിക ചുവയോടുകൂടെയുള്ള കമന്റുകൾ ഉപേക്ഷിക്കപ്പെടാനും മറ്റുള്ളവരെന്നെ മോശമായി നോക്കാതിരിക്കാനും എന്റെ റബ്ബ് എന്റെ സുരക്ഷയ്ക്ക് വേണ്ടി എനിക്ക് നൽകിയ വസ്ത്രമാണ് എന്ന് പ്രിയമുള്ള സഹോദരികളെ, നമ്മൾ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതെല്ലാം രൂപത്തിലുള്ള വസ്ത്രധാരണകളാണ്? ആരാണ് ഇതിന് പലപ്പോഴും കാരണക്കാർ? ഇന്ന് കുട്ടികൾ ധരിക്കുന്ന വസ്ത്രം എന്താണ്?
പുതിയ വസ്ത്രങ്ങൾ എടുക്കുമ്പോൾ ഏത് രൂപത്തിലുള്ള വസ്ത്രങ്ങളാണ് ഇന്ന് പെൺകുട്ടികൾ ധരിക്കുന്നത്? ഇന്ന് പാന്റും ഷർട്ടും ഇട്ടുകൊണ്ട്, ജീൻസും ഷർട്ടും ഇട്ടുകൊണ്ട്, ടീഷർട്ടും ഇട്ടുകൊണ്ട്, തന്റെ ശരീരത്തിന്റെ നിമ്നോന്നതികളൊക്കെ കാണിച്ചുകൊണ്ട് ടീനേജിലുള്ള അഡോളസൻസിലുള്ള പെൺകുട്ടികൾ നടന്നു പോകുമ്പോ അവർ ശിരോവസ്ത്രം ധരിച്ചിട്ടുണ്ട്, മഫ്ത ധരിച്ചിട്ടുണ്ട്, അവരുടെ തലമുടി മറച്ചിട്ടുണ്ട്. അവരുടെ ധാരണ ഇതാണ് ഇസ്ലാമിക വസ്ത്രം എന്നുള്ളതാണ്. നോക്കൂ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുതശബ്ബിഹീന മിനർ റിജാലി ബിന്നിസാ. സ്ത്രീകളോട് സദൃശ്യമുള്ള വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പുരുഷനായി ജനിച്ചിട്ടും സ്ത്രീകളുടെ വസ്ത്രം ധരിച്ച് നടക്കുന്ന പുരുഷന്മാരെ അതേ രൂപത്തിൽ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ, പുരുഷന്റെ വസ്ത്രം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെയും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിരിക്കുന്നു എന്നാ പഠിപ്പിക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താ സഹോദരങ്ങളെ? ഇന്നത്തെ അവസ്ഥ എന്താ? ജെൻഡർ ഇക്വാലിറ്റിയുടെ പേരിൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പേരിൽ സമത്വം വേണം, ഞങ്ങൾക്ക് ഈ വസ്ത്രം ധരിച്ചാൽ എന്താണ് എന്ന് ചോദിച്ചിട്ട് ആ രൂപത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചല്ല. മുസ്ലിം സഹോദരികൾ, ഈമാനുള്ള, തൗഹീദുള്ള, മലയാളത്തിൽ ഖുത്ബ കേൾക്കുന്ന, ആദർശബോധമുള്ള, ഖുർആൻ ക്ലാസുകളിൽ പങ്കെടുക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മകളുടെ വസ്ത്രമാണിത്. സഹോദരികളുടെ വസ്ത്രമാണിത്. എവിടെയാണ് നമുക്ക് ആദർശബോധമുള്ളത്? എവിടെയാണ് നമുക്ക് ഈ ബോധ്യമുള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ഈ വസ്ത്രം ഇത് എനിക്കിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും എന്റെ മാന്യത പ്രഘോഷിക്കാനുള്ളതാണ് എന്നും ഈ തിരിച്ചറിവ് നമുക്കുണ്ടോ? മുസ്ലിമായി ജനിച്ച, മുസ്ലിമായി ജീവിക്കുന്ന നമുക്ക് ഈ ബോധ്യമുണ്ടോ എന്നത് ഗൗരവത്തോടുകൂടെ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം. ഇത്തരത്തിലുള്ള വസ്ത്രം ധരിക്കുന്നവരെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് എന്താ? വനിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന. നോക്കൂ, പരലോകത്ത് വരുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. ഒരു വിഭാഗം ആളുകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കാത്തവരല്ല അവർ, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നതകളാണ്. അവരുടെ ശരീരത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വസ്ത്രമാണ്. അവരുടെ ശരീരത്തിന്റെ നിമ്നോന്നതികളെ പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന, മറ്റുള്ളവർക്ക് കാണാൻ തോന്നുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള വസ്ത്രമാണ് അവർ ധരിച്ചിട്ടുള്ളത്. അവരാണ് പരലോകത്ത് ലാ യദ്ഖുൽനൽ ജന്ന, അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന് മാത്രമല്ല വലാ യജിദിന റീഹഹാ, ആ സ്വർഗത്തിന്റെ പരിമളം പോലും അവർക്ക് എത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ പരിശോധിക്കണം, സഹോദരികൾ പരിശോധിക്കണം, ഉമ്മമാർ പരിശോധിക്കണം. നമ്മുടെ ഭാര്യമാരിടുന്ന, നമ്മുടെ പെൺമക്കൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന, നമ്മുടെ സഹോദരികൾക്ക് നമ്മൾ നൽകുന്ന, നമ്മുടെ ഭാര്യമാർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്ന, അവർ ധരിക്കുന്ന വസ്ത്രം ഇസ്ലാമിന്റെ വസ്ത്രമാണോ? മുസ്ലിമിന്റെ വസ്ത്രമാണോ? മാന്യതയുള്ള വസ്ത്രമാണോ? അവരുടെ സുരക്ഷയ്ക്ക് അനുഗുണമായ അല്ലാഹു പഠിപ്പിച്ച വസ്ത്രമാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇന്ന് നമ്മൾ പരിശോധിക്കണം. സഹോദരങ്ങളെ, ഞങ്ങൾക്ക് മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ച് സമരം നടത്തിയ മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. ചാന്നാർ ലഹളെ, ചാന്നാർ സമരത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ നടന്ന സമരമാണിത്. മാറുമറക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലഘട്ടം സ്ത്രീജനങ്ങൾക്ക് കടന്നുപോയിട്ടുണ്ട്. അന്നവർ ചോദിച്ചത് ഞങ്ങൾക്കും മാറുമറക്കണ്ടേ എന്നാണ്, ഞങ്ങൾക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ എന്നാണ്. ഇന്ന് പലരും സമരം നടത്തുന്നത് എന്തിനാ? ഇന്ന് പലരും ചോദിക്കുന്ന ചോദ്യം എന്താണ്? ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഞങ്ങളുടെ ശരീരമല്ലേ, ഞങ്ങളുടെ നഗ്നത ഞങ്ങൾക്ക് പ്രദർശിപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? എന്തൊരു വിരോധാഭാസമാണ്! മനുഷ്യൻ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നഗ്നത, അതിൽ നിന്നും വസ്ത്രമൽപാൽപമായി ഉടുത്തുകൊണ്ട് വരുന്ന മനുഷ്യനെ സംസ്കാരമുള്ളവരെന്നും പുരോഗമനമുണ്ടായവര് എന്നൊക്കെ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുമ്പോ ഇന്ന് ഏതവസ്ഥയിലേക്കാണ് മനുഷ്യന്റെ പോക്ക് എന്ന് നമ്മൾ തിരിച്ചറിയണം. സഹോദരങ്ങളെ, പ്രിയമുള്ള സഹോദരികളെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു ഗൗരവമുള്ള വിഷയമുണ്ട്. ഇതൊക്കെ ആരുടെ അജണ്ടയാണ്? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ മുകളിലോട്ട് എടുത്തു വെച്ചാലും, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ആരൊക്കെ പ്രഘോഷിച്ചാലും ഇതൊക്കെ ഒരു പുരുഷന്റെ ചിന്തയിൽ നിന്നുണ്ടാകുന്നതാണ്. ഇതൊരു പുരുഷന്റെ മനഃശാസ്ത്രമാണ്. നിങ്ങൾ നഗ്നത പ്രദർശിപ്പിക്കുന്നതിലൂടെ സൗഖ്യം ലഭിക്കുന്നത്, ആനന്ദം ലഭിക്കുന്നത്, കണ്ണിന് ആനന്ദം ലഭിക്കുന്നത് പുരുഷനാണ് എന്ന വിവരം, കേവലമായ വിവരമെങ്കിലും സഹോദരികളെ നിങ്ങൾക്കുണ്ടാവണം. ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ് എന്ന് ഒരു സഹോദരിയും തെറ്റിദ്ധരിച്ചു പോകരുത്.
ഇത് സ്ത്രീയുടെ സ്വാതന്ത്ര്യമല്ല, ഇത് പുരുഷന്റെ ആവശ്യമാണ് എന്ന തിരിച്ചറിവ്. ഹറാമുകൾ കാണാനും ഹറാമുകൾ പ്രവർത്തിക്കാനും മോശമായി ജീവിക്കാനും താല്പര്യമുള്ള പുരുഷ മേധാവിത്വത്തിന്റെ താല്പര്യങ്ങളാണ് നിങ്ങളുടെ അല്പവസ്ത്രത്തിലൂടെ അവർ സായുജ്യമടയുന്നത്, അവർ സാധിച്ചെടുക്കുന്നത് എന്ന തിരിച്ചറിവ് സഹോദരികളെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. ഈ ബോധ്യമാണ് നമ്മൾക്കുണ്ടാവേണ്ടത്. ഈ ഒരു ബോധ്യത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കേണ്ടത്. അള്ളാഹ് പഠിപ്പിച്ചത് ഏത് സന്ദർഭത്തിലും നമുക്കറിയാമല്ലോ, ഇസ്ലാമിന്റെ എല്ലാ വിധിവിലക്കുകളും നിയമങ്ങളും ഒക്കെ തന്നെ വിമർശിക്കപ്പെടാറുണ്ട്. അതുപോലെ ഇസ്ലാമിന്റെ വസ്ത്രധാരണവും വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആത്യന്തികമായി സമൂഹത്തിന്, മനുഷ്യർക്ക്, സ്ത്രീജനതയ്ക്ക് ഏറ്റവും അനുഗുണമായ നിയമമാണ് ഇസ്ലാമിലെ വസ്ത്രം എന്നുള്ളതാണ് നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലൂടെ കേട്ട വാർത്തയിലൂടെയും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് നമ്മുടെ പ്രൊട്ടക്ഷനുള്ളതാണ്, നമ്മുടെ സംരക്ഷണത്തിനുള്ളതാണ്, നമ്മുടെ റബ്ബ് തന്നതാണ്. ഇതിലൂടെ, ഈ വസ്ത്രത്തിലൂടെ എനിക്ക് സ്വർഗത്തിലേക്കുള്ള വഴിയാണ് ഞാൻ ഒരുക്കുന്നത് എന്നും മറ്റുള്ളവരുടെ ഉപദ്രവം എനിക്ക് ഇല്ലാതിരിക്കാൻ എന്റെ റബ്ബ് നിശ്ചയിച്ചു തന്നതാണ് എന്ന തിരിച്ചറിവോടുകൂടെ, തഖ്വയോടുകൂടെ ഇത്തരം നിയമാവലികൾ കാത്തു സൂക്ഷിക്കുന്നവരാവണം നാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ.